ക്രൂപ്പിന് പറയുന്ന അനദർ നെയിമാണ് ലാരിഞ്ചോ ട്രക്കിയോ ബ്രോങ്കൈറ്റിസ്. അത് ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ ഈ 3 ഭാഗങ്ങളിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഈ ക്രൂപ്പ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ക്രൂപ്പ് ബാക്ടീരിയ കാരണം ഉണ്ടാകാറുണ്ട്, വൈറസ് കാരണം ഉണ്ടാകാറുണ്ട്. മെയിനായിട്ടുള്ള കോസേറ്റീവ് ഓർഗാനിസംസ് എന്ന് പറയുന്നത് പാരാ ഇൻഫ്ലുവൻസ വൈറസ് ടൈപ്പ് 1, ടൈപ്പ് 2, അതുപോലെ തന്നെ മൈക്കോപ്ലാസ്മ ന്യൂമോണിയ, ഇൻഫ്ലുവൻസ ഇതൊക്കെയാണ് ഇതിൻ്റെ കോസസ്. ക്രൂപ്പുള്ള കുട്ടികൾ കാണിക്കുന്ന സിംറ്റംസ് മെയിനായിട്ട് ബാർക്കിംഗ് കഫ് എന്ന് പറഞ്ഞാൽ സീലെന്ന് പറഞ്ഞൊരു ജീവിയില്ലേ, നമ്മുടെ കടൽ നായ. സോ സീല് ബാർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു കഫാണ് ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ബാർക്കിംഗ് കഫ് എന്നുള്ള പേര് വന്നത്. മെയിനായിട്ട് കാണിക്കുന്നൊരു സിംറ്റമാണ്. അതുപോലെ തന്നെ ഹോർസ്നെസ് ഓഫ് വോയിസ്, ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ, അതായത് ശ്വാസം എടുക്കുന്ന സമയത്തൊരു വല്ലാത്തൊരു സൗണ്ട് വരും. ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ, ലോ ഗ്രേഡ് ഫീവർ ഇതൊക്കെയാണ് കുഞ്ഞുങ്ങൾ കാണിക്കുന്ന സിംറ്റംസ്. ഗ്രൂപ്പുള്ള കുട്ടികൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. അതുപോലെ അവർക്ക് നന്നായിട്ട് വെള്ളം കൊടുക്കണം. പേരൻസിനോട് പ്രത്യേകം പറയണം കുഞ്ഞുങ്ങൾക്ക് തണുത്തതൊന്നും കൊടുക്കരുത്. അതുപോലെ തന്നെ കഫ് സിറപ്പ് അത് അവോയ്ഡ് ചെയ്യണം. കഫ് സിറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സെക്രീഷൻസ് കൂടത്തേ ഉള്ളൂ. ഇതൊക്കെ പേരൻസിനെ ഇൻഫോം ചെയ്യണം. പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം.